വയനാട്ടിൽ സ്കൂൾ ബസ്സിൽ വെച്ച് 5ാം ക്ലാസ്സുകാരന്റെ കൈ സഹപാഠി തല്ലിയൊടിച്ചു. വൈത്തിരി HIM UP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. കുട്ടി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ സ്കൂൾ പുറത്തുവിടുന്നില്ലെന്നും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നില്ലെന്നും കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. പൊഴുതന സ്വദേശിയായ വൈത്തിരി HIM UP സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനാണ് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റത്. ബുധനാഴ്ച സ്കൂൾ വിട്ടു വരുന്നതിനിടെ ബസ്സിനുള്ളിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ കുട്ടിയുടെ വലതു കൈക്ക് പൊട്ടലുണ്ടായി. എന്നെ കാല് വെച്ച് ആദ്യം താഴെ എത്തി. നീ എന്തിനാടോ ഉറക്കനെ സംസാരിക്കുന്നേന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. അപ്പോ കയ്യിന് കുറെ അടി കൊണ്ട്, ഇവിടെയും കൊണ്ട് ഇവിടെയും കൊണ്ട്, വിരലിനൊക്കെ കൊണ്ട്, കാലിന് ഒരു ചവിട്ടം വന്നു ഈ കാലിന്, പിന്നെ നെറ്റിക്കൊരിടി കൊണ്ട്, വയറ്റിനൊരിടിയും കൊണ്ട്. ബസ്സിലെ CCTV ദൃശ്യം പുറത്തുവിടാനോ കൃത്യമായ അന്വേഷണം നടത്താനോ വൈത്തിരി പോലീസ് തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റുമായി ചേർന്ന് പ്രശ്നം ഒതുക്കി തീർക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും കുടുംബം ആരോപിക്കുന്നു. ബസ്സിൽ വെച്ച് കുട്ടികളിൽ നിന്ന് നിരന്തരം മർദ്ദനമേൽക്കാറുണ്ടെന്ന് 5ാം ക്ലാസ്സുകാരൻ പറയുന്നു. പരാതി പറയുമ്പോൾ വേണമെങ്കിൽ സ്കൂൾ മാറി പൊക്കോളൂ എന്നാണ് അധ്യാപകരുടെ മറുപടിയെന്നും ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബം പറയുന്നു. നീതി തേടി ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.